എരിഞ്ഞ് തീരുന്നതിന് മുമ്പുള്ള ഓരോ ദൃശ്യങ്ങൾ നോക്കുക. പ്രകൃതി എല്ലാ വിധത്തിലും അതിന് തന്നിരുന്ന ഭാവങ്ങൾ, മഴയിൽ തന്നെ അത് കുളിച്ച് മനോഹരമായി വന്ന ഈ യാഗശാല, അതാണ് ഈ പറയുന്ന അഗ്നിയിലേക്ക് ലയിച്ചു തീരുന്നത്. അതായത് ഓരോ ദേവതാ സങ്കല്പങ്ങളും ദേവസങ്കല്പങ്ങളും എല്ലാം വന്നിരുന്ന പുണ്യഭൂമിയായിരുന്ന ഈ യാഗ സ്ഥലത്ത് നിന്നും അവരെല്ലാം പോയി കഴിഞ്ഞാൽ അത് ശുദ്ധി ചെയ്തിടുക എന്നുള്ളതും ഒരു ക്രിയയാണ് എന്ന് സാധാരണ മനുഷ്യൻ്റെ ചിന്തയിൽ കൂടി ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതിനോടൊപ്പം ഞാൻ ഇന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഈ യാഗശാലയിലെ ഈ യാഗമണ്ഡപം കത്തുമ്പോൾ ഇതിലും നമ്മൾ നോക്കൂ, ഇതുവരെ കത്തിയിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ പറയുന്ന പറയുമല്ലോ അവരുടെ ഗ്രഹശാല കത്തുന്ന അഗ്നിയുടെ ലക്ഷണഫലങ്ങൾ നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായൊരു അഗ്നിയുടെ പ്രവാഹ രീതി